ഒരു ത്രില്ലറിനെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സിനിമയുടെ പേര് റെഡ് റോക്ക് ഫെസ്റ്റ്. ഇത് 1993 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജോൺ ഡാഹലാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇതിലെ നായകൻ നിക്കോളാസ് കേജ് ആണ്. സാധാരണ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാൾ വലിയൊരു അബദ്ധത്തിൽപ്പെട്ട് വലിയൊരു ക്രൈമിലേക്ക് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥ. അതാണ് റെഡ് റോക്ക് ഫെസ്റ്റ് എന്ന് പറയുന്ന സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിക്കോളാസ് കേജ് ചെയ്തിരിക്കുന്ന മൈക്കിൾസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന് ജോലിയൊന്നും ഇല്ലാതെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ജോലി തേടിക്കൊണ്ട് റെഡ് റോക്ക് വെസ്റ്റ് എന്ന് പറയുന്ന പട്ടണത്തിലെത്തുന്നത്. അവിടെയുള്ള ഒരു ബാർ ഉടമ ഈ നിക്കോളാസ് കേജ് ഒരു വാടക്കൊലയാളിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഈ പറയുന്ന ബാർ ഉടമയുടെ ഭാര്യയെ കൊല്ലണം. പണം കൈപ്പറ്റിയ മൈക്കിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ രക്ഷിക്കാൻ നോക്കുന്നതോട് കഥയുടെ ഗതി തന്നെ മാറുന്നു. തിരിച്ച് ഭാര്യ മൈക്കിൾസിന് കുറച്ച് ക്യാഷ് കൊടുക്കുന്നത് തന്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ യഥാർത്ഥത്തിലുള്ള വാടക കൊലയാളിയും എത്തുന്നു. തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന കുറച്ച് സസ്പെൻസും ത്രില്ലറും നിറഞ്ഞിട്ടുള്ള ഉദ്വേഗപരമായ നിമിഷങ്ങളാണ് റെഡ് റോക്ക് വെസ്റ്റ് എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോകുന്നത്. അങ്ങനെ തുടർന്ന് വരുന്നുള്ള ആ ഒരു ഉദ്വേഗപരമായിട്ടുള്ള മാറി മറിയുന്ന രംഗങ്ങളിൽ നിന്നും ആ ഒരു കൊച്ചു പട്ടണത്തിൽ നിന്നും മൈക്കിൾസിന് രക്ഷപ്പെടാനാകുമോ എന്നുള്ളതാണ് സിനിമ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് നിക്കോളാസ് കേജിന്റെ പ്രകടനം തന്നെയാണ്. അപ്പോൾ നിക്കോളാസ് കേജ് ചെയ്തിട്ടുള്ള ആ മൈക്കിൾസ് എന്ന് പറയുന്ന ആ സൈനിക കഥാപാത്രത്തിന് അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പിടിയില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും വിചാരിച്ചിരിക്കുന്നത് എന്തൊക്കെയോ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന മൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു രസച്ചരട് പൊട്ടിപ്പോകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നിക്കോളാസ് കേജ് അഭിനയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ ഒരു വാടക കൊലയാളിയായിട്ട് വന്നിട്ടുള്ള ഒരു സൈക്കോ ആയിട്ടുള്ള ഡെന്നിസ് ഹോപ്പർ, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ എന്തോ ഒരു മാജിക്കൽ പവർ ഉണ്ട്. പിന്നെ ജി ടി വാൾഷ്, ബാർ ഉടമയായിട്ട് വന്നിട്ടുള്ള ജി ടി വാൾഷ്. അപ്പം ഇത് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരല്പം ആർ-റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എന്നാൽ പോലും ഇത് ആക്ഷൻ നോവൽ കാറ്റഗറിയിലെ അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലറിലെ ഒരു ബെസ്റ്റ് ഫിഗർ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. ഇത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യും.